3 ആൺകുട്ടികളല്ലേ, ഞങ്ങൾ കുറച്ച് പാറൻ്റെ ബാക്കിൽ നിന്നിട്ട് 2 പെൺകുട്ടികളെ മുമ്പിലാക്കിയിട്ട് വണ്ടിക്ക് കൈകാണിച്ചു തന്നു. വണ്ടിൻ്റെ ബാക്കിലത്തെ ടയർ മുമ്പക്ക് പോയി. അപ്പോൾ സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും കുതിരകൾ ആടൊക്കെ ഉണ്ട്. ഇത് ടയർ കണ്ടിട്ട് ഇവരൊക്കെ 4 ബൈക്ക് ഓടുന്നു. മഞ്ഞ് പെയ്യുന്ന സ്ഥലമാണെങ്കിലും ഊട്ടിനേക്കാളും താഴെയാണ് മണാലി കിടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഉണ്ടായതിന് അടുപ്പും കൂടി കൊളായി. എല്ലാ ട്രിപ്പിലും എന്തെങ്കിലും ഒരു ചെറിയ പണി ഞങ്ങൾക്ക് കിട്ടും. സംഭവം ഇങ്ങനെ എന്തെങ്കിലും പറ്റി കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പേടിച്ചിരിക്കലേ ചെയ്യുക. ഇത് 4 ബൈക്കും ചിരിയാണ്. നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യം എന്തെങ്കിലും സ്പിത്തിയിൽ പോകണം, അത് അത്രക്ക് അടിപൊളിയാണ്. അതേമാതിരി അവിടെ പൊതുവെ കുതിര ഇറച്ചി കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ ലൈഫിൽ മറക്കില്ല. ഞാനെന്നല്ല, എൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു മനുഷ്യനെ മറക്കില്ല. അത്രക്ക് അടിപൊളിയായിരുന്നു. ഞാൻ സൊഫാൻ, മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരാണ് എൻ്റെ നാട്. മണാലി മലയാളി എന്നുള്ളൊരു പേര് കൂടി ഉണ്ട് എനിക്ക്. പേര് പോലെ തന്നെ മണാലി എനിക്കൊരു സെക്കൻഡ് ഹോമാണ്. മലപ്പുറം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സ്ഥലം മണാലിയാണ്. നമ്മളെന്താ വെച്ചാൽ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് പറയാനൊരു അവസരം നമുക്ക് എപ്പോഴും കിട്ടിക്കാണമെന്നില്ല. നമ്മൾ യാത്ര ചെയ്തത് ഇങ്ങനെ നമ്മളെ ഉള്ളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കണം. അപ്പോൾ ഇത് പറയാനുള്ള അവസരമായിട്ടാണ് ഈ സ്വപ്ന സഞ്ചാരി എന്നുള്ളൊരു പരിപാടി നമുക്ക് മുന്നിൽ കിട്ടിയിട്ടുള്ളത്. ഒരു സാധാരണ നാട്ടുമ്പുറത്താരൻ ആഗ്രഹങ്ങൾ കൊണ്ടോ എന്തോ അറിയാതെ യാത്രയുടെ ലോകത്തെത്തിപ്പെട്ടു. അതിപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് എന്താണോ അതാണ് ഞാൻ. ഒരു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോളേജ് ഡ്രോപ്പ് ചെയ്തിട്ട് എന്താ പറയുക, എന്തെങ്കിലും വീട്ടിലൊരു വരുമാനം വേണം എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ചെറിയ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ഇനിയും പഠിക്കണം. അപ്പോൾ ഇനി പഠിക്കുമ്പോൾ അത് എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനം പഠിക്കണം എന്നുള്ള നിലയ്ക്ക് ഞാൻ ട്രാവൽ ആൻഡ് ടൂറിസം പഠിക്കാൻ പോയി. പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സൊക്കെ പറയും, ഇത് പലരും എനിക്കിത് പറ്റിയ പണിയല്ല, ഇത് എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ജോബ് അന്വേഷിച്ച് പോയി. എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഫസ്റ്റ് തന്നെ വന്ന് മീൻസ് പ്രൊഡക്റ്റ് നോളജൊക്കെ ചോദിക്കുമ്പോൾ അത്യാവശ്യം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇൻ്റർവ്യൂവിൻ്റെ അവസാനത്തെ റൗണ്ട്, അതായത് മാനേജർ റൗണ്ട് എത്തിയപ്പോൾ ഇവരെന്നോട് ചോദിച്ചു, നിങ്ങൾ മലയാളീസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയും. പൊതുവേ നോർത്ത് ഇന്ത്യൻസിനുള്ളൊരു മണ്ടത്തരാണ്. അവരെ വിചാരം എന്താണ്, മലയാളീസ് അല്ലേ, ഇവർക്ക് ഇംഗ്ലീഷ് നല്ല ഐഡിയ ആണ്. ഈവൻ മാനേജർ വന്നിട്ട് എന്നോട് ചോദിക്കൂ, നിങ്ങൾ മലയാളീസ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ലോണം അറിയും, നിനക്ക് ഹിന്ദി അറിയിച്ചു. ഞാനാണെങ്കിൽ ബംഗാളീസിൻ്റെ കൂടെ മറ്റേ തേപ്പിന് പടുവിനൊക്കെ പോയതുകൊണ്ട് അറിയുന്ന ഹിന്ദി വെച്ചിട്ടുള്ള ഹിന്ദി മൊത്തം, എനിക്ക് അറിയുന്ന എല്ലാ ഹിന്ദി ഞാൻ മൂപ്പരെടുത്തെടുത്ത് കാച്ചി അങ്ങനെ മൂപ്പരെന്നോട് പറഞ്ഞു, കുഴപ്പമില്ല. ഞാൻ ഈ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പേ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കൂടെ വന്ന ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിൽഷാദേ, എനിക്കെന്തായാലും ഇത് കിട്ടാൻ പോകുന്നില്ല. കാരണം നമുക്കൊന്ന് ലാംഗ്വേജ് ഇല്ല, ഒന്നും ഐഡിയ ഇല്ല. അഥവാ എന്നെ ഇവർ ഹയർ ചെയ്യുകയാണെങ്കിൽ അത് എന്താ പറയുക, ഇവർ മണ്ടന്മാരായതുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇൻ്റർവ്യൂ എനിക്ക് അതായത് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. അതെനിക്ക് ജോബ് കിട്ടി. പക്ഷേ ജോബ് കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര വലിയ ഓഫീസ്, കുറേ കമ്പ്യൂട്ടർ, നല്ല രസമുള്ള ജീവിതം. ഫസ്റ്റത്തെ 1 മാസം നല്ല രസമായിരുന്നു. എന്താ അടിപൊളിയായിരുന്നു. സെക്കൻഡ് മന്തൊക്കെ എത്തി, തേർഡ് മന്തൊക്കെ എത്തി, പിന്നെ മാനേജർ, പ്രഷർ, ഇങ്ങനെ ഒരു ലൈഫിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ലൈഫിലേക്ക് നിജാസ് എന്ന് പറഞ്ഞൊരു വ്യക്തി വരുന്നു. നിജാസ് പറഞ്ഞാൽ എൻ്റെ എന്താ പറയുക, ഞാൻ ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ട്രെയിനിൽ നിന്ന് കിട്ടിയ ഒരു സുഹൃത്ത്, അതായിരുന്നു എനിക്ക് അന്ന് നിജാസ്. ഇന്ന് എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അല്ലെങ്കിൽ ഒരു ബ്രദർ എന്നുള്ള നിലക്കുള്ള ആളാണ്. അപ്പോൾ ഈ നിജാസിന് എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ നിജാസ് പറഞ്ഞു, ഞാൻ മണാലിയിലാണ്. മണാലി. അപ്പോൾ നമ്മളൊക്കെ മണാലിയിൽ എന്ത് ചെയ്യുന്നു, മണാലിയിൽ ഞാൻ ഹോട്ടൽ നടത്തുന്നത്, ഞാൻ പാക്കേജ് പരിപാടികളൊക്കെ ആണ്. ഞാൻ പറഞ്ഞു, ഞാനും മണാലിക്ക് വരും, എൻ്റെ അടുത്ത് എനിക്ക് നിൽക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നീ സെറ്റ് ചെയ്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയായി. ആ ഒരു അടുപ്പത്തു നിന്നാണ് ശരിക്കും ഇന്നുള്ള മണാലി മലയാളി ഉണ്ടായത്. ഒരു കാരണം അവനാണ്.
എൻ്റെ ലൈഫിൽ തന്നെ ഭയങ്കര ഒരു പ്രയാസമുള്ള ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ എൻ്റെ നമ്മളൊരു സാധാരണ മുസ്ലിം കുടുംബം മലബാർ സൈഡിൽ നിന്നുള്ള എനിക്ക് വാപ്പയില്ലാത്തതുകൊണ്ട് തന്നെ ഫാമിലി ഭയങ്കര ഉത്തരവാദിത്തങ്ങളൊക്കെ തലയുള്ള സമയം എൻ്റെ പെങ്ങളെ കല്യാണത്തിൻ്റെ ആ ഒരു സമയം കല്യാണം ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്തു എനിക്ക് ഇതെല്ലാം എനിക്ക് വേണ്ടത് എന്നുള്ളൊരു സാധനം തിരിച്ചറിഞ്ഞ സമയത്ത് ഇതിൽ എനിക്ക് സന്തോഷം ഇല്ലാന്ന് തിരിച്ചറിഞ്ഞ ഒരു സമയത്താണ് ഞാൻ ജോബ് റിസൈൻ ചെയ്തത്. അവിടെ ഇനി പെങ്ങളെ കല്യാണം ഒന്നും ഞാൻ ചിന്തിച്ചില്ല. അങ്ങനെ ഞാൻ നിജാസിൻ്റെ കൂടെ മണാലി പോകുന്നു, അതാണ് അതിൻ്റെ തുടക്കം. അങ്ങനെ മണാലി പോയി പതുക്കെ അവിടെ ഇങ്ങനെ കുറച്ചാളൊക്കെ ഇങ്ങനെ അവൻ്റെ കൂടെ പിടിച്ചു നിന്ന് ഞാൻ നിജാസ് കൂടി ഒരു ഹോട്ടൽ ലീസ് ഔട്ട് ചെയ്തു. ഈ മണാലിയിൽ പറഞ്ഞാൽ നമ്മൾ കാശ്മീരിലൊക്കെ മുമ്പ് ഉണ്ടായ പോലെ നമുക്ക് ലോക്കൽസിന് മാത്രമേ അവിടെ എന്താ പറയുക പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ലീസ് ഔട്ട് ചെയ്യാം, അല്ലാത്തൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി ലീസ് ഔട്ട് ചെയ്തു. ജസ്റ്റ് ഒരു 3-4 മാസത്തിന് ഞാൻ ഈ നിജാസും കൂടി ഒരു പ്രോപ്പർട്ടി ലീസ് ഔട്ട് ചെയ്തു. ആ ഒരു 3-4 മാസം നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തെങ്കിലും പക്ഷെ എനിക്ക് ഉള്ളിലുണ്ടായിരുന്ന സാധനം വെച്ചാൽ എനിക്കിവിടെ ജീവിക്കണം ഈ സ്ഥലത്ത്, അല്ലാതെ ഭയങ്കര എല്ലാവരും വന്ന പോലെ കണ്ടുപോകുന്ന പോലെ ഇവിടെ കണ്ടുപോയവർ എനിക്കിവിടെ കുറച്ചു കാലം ആ ലോക്കൽസിൻ്റെ കൂടെ അങ്ങനെ അവരെ കൂട്ടത്തിൽ ഒരാളായിട്ട് അവിടെ ജീവിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു പ്രയത്നം കുറച്ചാലം അങ്ങനെ ആ ഒരു 3-4 മാസം കൊണ്ട് തന്നെ നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പിന്നെ എന്താ പറയുക പിന്നീട് അങ്ങോട്ട് ഹിമാചൽ അല്ലെങ്കിൽ മണാലി എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു സെക്കൻഡ് ഹൗസ് പോലെയാണ്. അതായത് ഇനി വീട്ടിലാണെങ്കിലും എനിക്ക് മണാലിയിലാണെങ്കിലും ഒരേപോലെ. മണാലി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം മഞ്ഞ് പെയ്യുന്ന സമയമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് മണാലി ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സമയം മാർച്ചിന് ശേഷം ഉള്ള മണാലി ഭയങ്കര രസമാണ്. ഏപ്രിൽ, മെയ്, ജൂൺ അവിടുന്ന് മുതൽ ഏപ്രിൽ കഴിഞ്ഞ് കുറച്ച് ഏപ്രിൽ അവസാനമൊക്കെ ആകുമ്പോഴത്തേന് സ്ട്രോബെറി അതേപോലെ ചെറിയൊക്കെ പഴുത്ത് നിൽക്കുന്ന സമയവും അടിപൊളി സമയമാണ്. അത് കഴിഞ്ഞ് മെയ് ആ സമയമാകുമ്പോഴത്തേന് പ്ലംസ് ആവും. ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്ക് നമുക്ക് കുറേ ആപ്പിള് ഒരു പച്ച സമയമാവുന്ന സമയമാണ്. ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേന് നമുക്ക് ആപ്പിള് പഴുത്ത് കിട്ടും. അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഒരു സമയം, അതേപോലെ മൊത്തം പച്ചപ്പ് കയറി നിൽക്കുന്ന ഒരു സമയം. അങ്ങനെ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ അതാണ്. നല്ല ഫ്രൂട്ട്സ്, അതേപോലെ മൊത്തം പച്ചപ്പ്, അതേപോലെ എല്ലാ വാട്ടർഫാളും. നമുക്ക് വിൻ്ററിൽ ഒരിക്കലും നമുക്ക് മണാലിയിലെ വെള്ളത്തിലോ ഇറങ്ങൽ പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പം നമ്മൾ ഈ ഒരു സമയം സ്പ്രിങ് സമയത്തൊക്കെ നമ്മൾ മാക്സിമം ഒരു വെയിലടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക പുഴയിൽ ചാടാനും അത് നല്ലൊരു സമയമാണ്. ഞാൻ ഫസ്റ്റ് മണാലി വരുന്ന സമയം പറഞ്ഞാൽ എക്സ്ട്രീം തണുപ്പുള്ള സമയമാണ്. ഒരു നവംബർ സമയമാണ്. മഞ്ഞ് നവംബർ ഫസ്റ്റ് ഒക്ടോബർ ലാസ്റ്റാണ്. മഞ്ഞ് അടുത്തിട്ടില്ല, എന്നാലും തണുപ്പ് ഇങ്ങനെ കയറി വരുന്നൊരു സമയം. ആ സമയത്ത് എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റായിട്ട് മണാലി എത്താണല്ലോ, നമ്മൾ അത്ര പ്രിപ്പയർഡ് അല്ല. നമ്മളെ നാട്ടിൽ നമ്മൾ വീഡിയോയിൽ അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ സിനിമയിലൊക്കെ കാണുന്ന മണാലിയെ നമുക്കറിയുള്ളൂ. തണുപ്പ് ഈ മഞ്ഞെന്ന് പറഞ്ഞ സാധനം തന്നെ കാണുന്ന രസമല്ല, ഇത് അനുഭവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ നാട്ടുകാർ പലരും വരും എന്താണ് ഒരു സാധാ ഒരു ഊട്ടിയിലൊക്കെ പോകുമ്പോഴുന്ന പോലത്തെ ഒരു ഹുഡീസ് എന്തെങ്കിലും എടുത്തിട്ടായിരിക്കും മണാലിയിൽ വരിക. അവിടെ എത്തുമ്പോഴാണ് അതിൻ്റെ കഷ്ടപ്പാട് അറിയാം. കാറ്റടിച്ചിട്ടാണോ ഇനി എന്തുകൊണ്ടാണെന്ന് അറിയില്ല, 4 ഭാഗത്തുനിന്ന് തണുപ്പടിച്ചിട്ട് മുഖം ആകെ ഡ്രൈ ആയിട്ടുണ്ടാവും, ചുണ്ട് പൊട്ടും. രാത്രിയാണെങ്കിൽ ഉറങ്ങാൻ പോലും പറ്റില്ല. ആ ഒരു സമയമായിരിക്കും. നല്ല വൃത്തിക്ക് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നല്ല പുതപ്പ് വേണം, അല്ലെങ്കിൽ ഭയങ്കര കഷ്ടമായിരിക്കും. ആ ഒരു മണാലി വന്ന് ഫസ്റ്റ് കുറച്ചാലും നമ്മൾ ആ ടെമ്പറേച്ചർ ആയിട്ട് ഒന്ന് സെറ്റ് ആവാറുണ്ടോ ഭയങ്കര പാടാ. നമ്മൾ ഈ തണുപ്പിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മളെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഇതിനായിട്ട് സെറ്റായി വരുന്നെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് ഞങ്ങൾ പിന്നെ ഇപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് വൂളൻ സാധനങ്ങളൊക്കെ വാങ്ങി, വൂളൻ ഷോക്സ് വാങ്ങിച്ച് വൂളൻ ജാക്കറ്റ് വാങ്ങിയിട്ട് ആണ് പിന്നെ നമ്മൾ ഇതിനോട്ട് സെറ്റായി വരുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന പലർക്കും ശരിക്കും ഐഡിയ ഇല്ല. ഇവർ കയറി അങ്ങ് വരും മണാലിയിൽ, ഒന്നും ഒരു പ്രോപ്പർ ജാക്കറ്റ് പോലും എടുക്കാണ്ട്. ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് കുറേ പേർക്ക് ഇത് കാരണം അസുഖം വരും. മണാലി വന്ന് തിരിച്ചു വരുമ്പോഴത്തേന് കഫിൻ്റെ പ്രശ്നം, നെഞ്ചുവേദന, കാലുവേദന, മേലുവേദന, എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അപ്പം എന്താ വെച്ചാൽ നമ്മൾ എവിടെ പോകുമ്പോൾ പ്രോപ്പർ ഡ്രസ്സിങ് വേണം, എന്നാലേ നമുക്ക് അവിടെ കുറേ കാലങ്ങൾ നിൽക്കാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ അവിടുത്തെ ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ രീതി ഉണ്ടാവും. ആ രീതിക്കല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ അധികകാലം നിൽക്കില്ല. നമുക്ക് മൊത്തത്തിലൊരു ബോറായി പോകും.
ഈവൻ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അവിടുത്തെ ലോക്കൽസ് ആയിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധേഡായിട്ടുള്ള ആൾക്കാർ. അവരെ കാരണം കൂടുതൽ നല്ല ഡ്രസ്സ്, എപ്പോഴും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വൃത്തിക്ക് നടക്കുന്ന ഇപ്പോൾ മണാലിയിലെ ലോക്കൽസ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു തണുപ്പുണ്ടായി തന്നെ അത്യാവശ്യം ജാക്കറ്റൊക്കെ ഇട്ട് പുറത്തിറങ്ങുള്ളൂ. അല്ലാതെ നമ്മളെ നാട്ടുകാർക്ക് ഉണ്ട് ഒരു പരിപാടി, ഒരു ചെറിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എനിക്ക് ഇതൊന്നും പ്രശ്നമല്ല, ഞാൻ ഇതിലാറെ വല്ല തണുപ്പ് കണ്ടതാ, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ഇവിടെ. അങ്ങനെ ഈ നമ്മൾ ഈ ലീസ് ഔട്ട് ചെയ്ത പ്രോപ്പർട്ടിയിൽ മലയാളീസിനെ മാത്രം നമ്മൾ കയറ്റുന്നുള്ളൂ. ഒന്നാമത് എന്താ വെച്ചാൽ നോർത്ത് ഇന്ത്യൻസ് പ്രത്യേകിച്ച് ഹരിയാനക്കാരൊക്കെ ഡീൽ ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പം നമ്മളെന്താട്ടി മലയാളീസിന് മാത്രമായിട്ടുള്ളൊരു ഹബ്ബ് പോലെ നമ്മളെ പ്രോപ്പർട്ടി മാറ്റി സ്ഥിരമായിട്ട് നമുക്ക് അത്യാവശ്യം എല്ലാ ദിവസവും മലയാളീസ് വരായിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നൈറ്റ് ക്യാമ്പ് ഫയറൊക്കെ ആക്കിയിട്ട് നമ്മൾ എല്ലാവരും വരുന്നവർ അങ്ങോട്ട് കൂടി സംസാരവും എന്താ വെച്ചാൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുത്ത് നമ്മൾ വരുന്ന ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടൊക്കെ കാരണത്താലേ കാരണം ഞാനിങ്ങനെ മണാലി മലയാളി എന്നായിപ്പോയത്. പക്ഷെ ആ ഒരു സ്റ്റാർട്ടിങ് പീരീഡ് നല്ല കുറച്ച് സ്ട്രഗിൾ ഉള്ള ടൈമാണെങ്കിലും ഭയങ്കര ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത സമയമാണ്. നമ്മൾ ആ ഒരു തുടക്കത്തിൽ മണാലിയിലെ ഓരോ ലൊക്കാലിറ്റിയിൽ വരുന്ന ആൾക്കാരെയും കൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഈ സ്ഥലം നമുക്ക് അറിയുന്ന ഒരു സ്ഥലം നമ്മൾ മറ്റുള്ളവരെ കാണിക്കാറുള്ള ഭയങ്കര ത്രില്ല് പരിപാടിയാണ്. ഇപ്പോൾ ഞാൻ എനിക്കൊരു സ്ഥലത്തിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് പോകുമ്പോൾ അത് കണ്ട ഇത് ഇങ്ങനെയാണ് അതിങ്ങനെയാണെന്ന് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ത്രില്ലുണ്ടല്ലോ, അത് ഭയങ്കര സ്ഥലമാണ്. ചിലപ്പോൾ ഫ്രണ്ട്സ് അറിയും ഇവൻ്റെ ഒരു തള്ളു കണ്ടോ, പക്ഷെ അതിലൊരു വേറെ രസമാണ്. അപ്പോൾ ഞാൻ ശരിക്കും ആ ഒരു സംഭവം ഇങ്ങനെ എൻജോയ് ചെയ്ത് തുടങ്ങി. ഞാൻ മണാലിയിൽ നിന്ന് സ്ഥിരമായിട്ട് ആൾക്കാരെ, എൻ്റെ ഹോട്ടലിൻ്റെ അടുത്ത് ഒരു ചെറിയ ട്രക്കിംഗ് ഉണ്ടായിരുന്നു, ലാമഡുക്കിൻ്റെ ഒരു ബേസ് പോയിന്റ് ഉണ്ടായിരുന്നു, സ്റ്റാർട്ടിങ് പോയിന്റ് ലാൻസ് റോക്ക് പറഞ്ഞിട്ട് ഒരു ചെറിയ പാറയാണ്. ആ പാറൻ്റെ മേലെ കയറി ഇരിക്കുക നല്ല രസമാണ്. അതായത് നമുക്ക് മണാലി ടൗണൊക്കെ ഇങ്ങനെ അത്യാവശ്യം കാണാൻ പറ്റും ആ ലയൻസ് റോക്കിൻ്റെ മേലെ പോയിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ കോട്ടേജിൽ നിന്ന് ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂർ ട്രക്കിങ്ങേ ഉള്ളൂ. പക്ഷെ കുത്തനെ കയറണം. നമ്മൾ കയറി അങ്ങനെ കുറേ പൈൻ വാലീസിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി മേലെ ആ ഒരു ലയൻസ് റോക്കിൻ്റെ മേലെ കയറി നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മണാലി ടൗൺ മൊത്തം കാണാൻ പറ്റും. അത് ഭയങ്കര രസമാണ്. എനിക്ക് ഫേവറേറ്റ് സ്പോട്ടിൽ ഒന്നേന്. നമ്മളൊരു നൈസായിട്ട് അവിടെ പോയിട്ട് ഒരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ രസമായിട്ട്, എൻ്റെ ഒരു പട്ടി ഉണ്ടായിരുന്നു നമ്മളോട്, ജാക്കി എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഏത് ട്രക്കിങ്ങിന് പോകുമ്പോഴും ആശാൻ കൂടെ ഓടി വരും. അതാണ് ആശാൻ അത്ര എനർജറ്റിക് ആയിരുന്നു. ഹിമാലയൻ ഡോഗ്സ് പറഞ്ഞാൽ തന്നെ അറിയാലോ, ഭയങ്കര ലോബിള്, അതേപോലെ ഭയങ്കര എനർജറ്റിക് ഡോഗ്സ് ആയിരിക്കും. നമുക്ക് എന്താ പറയുക, എവിടെ പോകുമ്പോഴും മുമ്പിൽ നമ്മളെക്കാൾ കട്ടക്ക് നിന്ന് കൂടെ പോരുന്ന സാധനം. അപ്പം ഭയങ്കര രസമാണ്. ഞങ്ങൾ കുറേ പേര് ആ ഒരു സമയത്ത് ലാമഡൂക്ക് കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ലാമഡൂക്ക് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മളൊരു തുടക്കമായിരുന്നു. ശരിക്കും മണാലി എത്തിയത് എൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് എനിക്ക് ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒരു സാധനത്തിൻ്റെ ഒരു തുടക്കം പോലെയാണ് മണാലി. പിന്നെ എൻ്റെ ഒരു ബേസ് ആയിട്ട് പിന്നെ മണാലിയിൽ നിന്ന് നമ്മൾ കുറേ സ്ഥലങ്ങൾ പോയി. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സ്ഥലങ്ങളാണ് സ്പിത്തി വാലി പോയത്. ഹിമാചലിൻ്റെ എൻ്റെ വേറെ സൈഡാണ്, ഒരു ട്രൈബൽ ഒരു എന്താ പറയുക സ്നോ ഡിസേർട്ട് എന്നൊക്കെ പറയുവാണെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. മൊത്തം ഒരു ഡിസേർട്ട് പോലെ, സൗദി അറേബ്യയിലൊക്കെ പോയ പോലെ ഫുൾ മൗണ്ടെയ്ൻസ്, ഡ്രൈ മൗണ്ടെയ്ൻസ് ഉണ്ടാവും. മഞ്ഞുകാലത്താണെങ്കിലും മൊത്തം മഞ്ഞ് കൂടി കിടക്കുന്നത് അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ സ്പിത്തി വാലി എന്നൊക്കെ പറഞ്ഞാൽ. മണാലിയിൽ നിന്ന് ആകെ 100-200 കിലോമീറ്ററിൻ്റെ അത്രയേ ഉള്ളൂ സ്പിത്തിയിലേക്ക്. പക്ഷേ സ്പിത്തിയിലേക്കുള്ള എത്തിപ്പെടാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ റോഡാണ്. മണാലിയിൽ നിന്ന് ഒരു 50-60 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യും. ആ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്പിത്തിയിലെ ഫസ്റ്റ് വില്ലേജ് ആയ ലോസർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നവരെ നമുക്ക് ഓഫ് റോഡാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് പ്ലസ് ഡേഞ്ചർ റോഡുകളാണ്. നമ്മൾക്ക് ഭയങ്കര ബ്ലൈൻഡ് കർവ്സ് വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സൈഡ് ഫുള്ള് കൊക്കയായിരിക്കും. നമ്മൾ ഒരു വണ്ടിക്ക് മാത്രം പോകാൻ പറ്റുന്ന ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. അത്രയും റിസ്ക് പിടിച്ചൊരു വയ്യ. പക്ഷെ കാണാനുള്ള സാധനം, നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യം എന്തെങ്കിലും സ്പിത്തിയിൽ പോകണം, അത് അത്രയ്ക്ക് അടിപൊളിയാണ്. ഇതിൻ്റെ സ്പിത്തി പോകുന്നതിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൈ കാണാൻ പറ്റുന്ന സ്ഥലം സ്പിത്തി വാലിയാണ്. സ്പിത്തി വാലി നല്ല കിഡിലൻ എന്താ പറയുക സ്റ്റാർ ഗ്ലേസിങ് കിട്ടും. സ്റ്റാർ ഗ്ലേസിങ് എന്ന് പറഞ്ഞാൽ ന്യൂ മൂൺ സമയത്ത് പോകണം. നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം പോയാൽ നമുക്ക് അത്ര വൃത്തി കിട്ടില്ല. ന്യൂ മൂൺ സമയത്ത് ക്ലൗഡൊന്നും ഇല്ലാതെ അത്യാവശ്യം ക്ലിയർ ആണെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് എന്താ പറയുക അടിപൊളിയായിട്ട് സ്റ്റാർ ഗേസിങ് മിൽക്കി വേ നമുക്ക് കാണാൻ പറ്റും. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നല്ല, കണ്ണുകൊണ്ട് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും ഇവിടെ സംഭവം ഉണ്ട്. അത്രയ്ക്ക് സ്റ്റാർസ് ചെയ്യണം നമുക്ക്. അതേപോലെ എന്താ പറയുക ഇഷ്ടം പോലെ വാൽനക്ഷത്രം കാണാം. നമ്മൾ വാൽനക്ഷത്രം എന്നൊക്കെ പറയില്ലേ, ആ സംഭവം ഇങ്ങനെ അങ്ങോട്ട് സ്റ്റാർ അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ജസ്റ്റ്
ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മേലെ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അതാ എന്താ പറയുക, ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം. സ്റ്റാർ ഗേസിങ് കാണുന്നതിന് എന്താ പറയുക കുറേ ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ല എക്സ്ട്രീം തണുപ്പായിരിക്കും സ്പിത്തിയിൽ, അതേപോലെ എക്സ്ട്രീം കാറ്റുമായിരിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും എന്താ പറയുക ലൈറ്റ് പൊല്യൂഷൻ ഇല്ലാത്ത സ്ഥലത്ത്, അപ്പോൾ ഞാൻ കൂടുതലും പോലെ സ്പിത്തിയിലാണെങ്കിൽ നമുക്ക് ലാങ്സ വില്ലേജ്, അവിടെ ഒരു ബുദ്ധന്റെ പ്രതിമ ഉണ്ട്. ആ ബുദ്ധന്റെ പ്രതിമന്റെ ബാക്കിൽ നിന്ന് അത് കിട്ടുന്ന രീതിയിൽ എന്താ പറയുക മിൽക്കി വേ അങ്ങനെ കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട്. ആ ഭയങ്കര രസമാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് ആ സ്ഥലം. അതേപോലെ ഒരുപാട് പ്രാവശ്യം ഫോട്ടോ എടുത്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ഉണ്ട് നബീലിനോട് പറയാം, എനിക്കിത് ഭ്രാന്താണ്, ഇനി എപ്പോൾ വന്നാലും ഇതന്നെല്ലാം എടുക്കണേ, എല്ലാ ഫോട്ടോത്തിലും ഇതന്നെല്ലാം എനിക്ക് കാണുന്നത്. പക്ഷെ അത് എൻ്റെ ഒരു ഇഷ്ടമാണ്. അത് ഇനി എത്ര ഇതായാലും എനിക്ക് തീരൂല. ഞാൻ ഈ സ്റ്റാർ ഗേസിങ് എടുക്കാൻ ഞാൻ എല്ലായിടത്തും പോകും. എനിക്ക് മാക്സിമം ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ നോക്കുന്ന ഒരു സാധനം ന്യൂ മൂൺ ടൈമിൽ നോക്കി ട്രാവൽ ചെയ്യാം. നമ്മളെ നാട്ടുകാർക്ക് ശരിക്കും ഇങ്ങനൊരു സാധനം ഉള്ളത് അറിയില്ല. ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഊട്ടിയിൽ നമ്മൾ ഊട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര അടുത്തുള്ള സ്ഥലമാണ്. ഈ ഊട്ടി പോയാൽ നമുക്ക് സ്റ്റാർ ഗേസിങ് കിട്ടും, പക്ഷെ ആൾക്കാർക്ക് അറിയില്ല, ആൾക്കാർ പോവില്ല. അത് എന്താ പറയുക, അതിനുള്ളൊരു മൈൻഡ് വേണം. കാരണം നമ്മൾ രാത്രി ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കണമല്ലോ, അത് ലേറ്റ് ഇല്ലാത്തൊരു സ്ഥലം നോക്കിയിട്ട്. പക്ഷെ അറിയുന്നവനുണ്ട്, സ്ഥിരമായിട്ട് പോയി ഫോട്ടോ എടുക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ പൊതുവെ പലർക്കും അറിയാത്തൊരു സംഭവമാണ് സ്റ്റാർ ഗേസിങ്. എന്താണെന്ന് അറിയാത്തവരുണ്ട്, അത് ആർക്കറിയാം. നമ്മളെ നാട്ടുകാരോട് നമ്മൾ ചോദിച്ചാൽ പറയും ഊട്ടിയാണോ മണാലിയാണോ ഹൈറ്റിൽ നിൽക്കുന്നത്. അപ്പം നമ്മൾ പറയും മണാലി. ശരിക്കും മണാലി എന്ന് പറഞ്ഞാൽ ടൗണ് മഞ്ഞ് പെയ്യുന്ന സ്ഥലമാണെങ്കിലും ഊട്ടിനേക്കാളും താഴെയാണ് മണാലി കിടക്കുന്നത്. മണാലി എന്ന് പറഞ്ഞത് ഞാൻ മണാലി ടൗണിൻ്റെ കാര്യം കേട്ടോ. മണാലി ടൗണിൽ നിന്ന് നമുക്ക് മണാലിയിൽ നല്ല ഹൈറ്റുള്ള സ്ഥലങ്ങളുണ്ട്. റോത്തങ് പാസ് ആണെങ്കിലും പാട്ടൽ ടണലിൻ്റെ ഏരിയ ആണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള. അതല്ലാതെ ഞാൻ ഉദ്ദേശിച്ചത് മണാലി ടൗൺ എന്ന് പറഞ്ഞാൽ ഊട്ടിയേക്കാളും കുറച്ച് താഴെയാണ് കിടക്കുന്നത് ആൾട്ടിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോൾ. സ്പിത്തിനെ കുറിച്ച് വേറെ ഒരു കാര്യം പറയുമ്പോൾ, സ്പിത്തിൽ എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ട്രിപ്പ് പറഞ്ഞാൽ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് SPK അങ്ങനെ ഞങ്ങൾ ഒരു 4-5 പേര് ഒരു സ്പിത്തിയിലേക്കൊരു എന്താ പറയുക റോഡ് ട്രിപ്പ് പോയിരുന്നു. റോഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ ട്രിപ്പിലും ഒരു പ്രശ്നമുണ്ട്. ഞാൻ SPKയും പലപ്പോഴും ഒരുമിച്ചായിരിക്കും ട്രിപ്പ്. അപ്പോൾ ഇവനോട് ഞാൻ പറയും, നമുക്ക് എന്തോ ഒരു പണി വരാണ്ടല്ലോ, എല്ലാ ട്രിപ്പിലും എന്തെങ്കിലും ഒരു ചെറിയ പണി ഞങ്ങൾക്ക് കിട്ടും, അത് ഉറപ്പാണ്. എന്തോ ഒരു പണി വരാണ്ടല്ലോ, ഇതുവരെ നമുക്ക് പണിയൊന്നും വന്നിട്ടില്ല, എന്തോ ഒരു സാധനം വരാണ്ട്, അതിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാവും രണ്ടുപേര്. അങ്ങനെ ഇത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫേവറേറ്റ് ട്രിപ്പ് ഈ സ്പിത്തിക്ക് പോകുന്ന സമയത്ത് ഞങ്ങളൊരു ഇന്നോവ, ഫ്രണ്ടിൻ്റെ അടുത്ത് തന്നെ ഇന്നോവ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താ പറയുക ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്പിത്തിയൊക്കെ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്ത് അടിപൊളിയായി. നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ടുണ്ടായി, ഫുള്ള് പലപ്പോഴും വണ്ടി കടന്നുറങ്ങി, അങ്ങനത്തെ ഒരു മൂഡായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് മണാലിക്ക് വരുന്ന വഴിക്ക് ഈ സ്പിത്തിയിൽ നിന്ന് മണാലി വരുന്ന റൂട്ടിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് 100-120 കിലോമീറ്ററിൽ നെറ്റ്വർക്കിൻ്റെ തീരെ നെറ്റ്വർക്ക് കിട്ടില്ല നമുക്ക്. അങ്ങനത്തെ ഒരു ഏരിയ ആണ്, ഓഫ് റോഡുമാണ്, നെറ്റ്വർക്ക് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന വഴിക്ക് പെട്ടെന്ന് മറ്റേ കൊച്ചിൻ ഹനീഫ പറഞ്ഞാൽ വണ്ടിൻ്റെ ബാക്കിലത്തെ ടയറിൻ്റെ വണ്ടീൻ്റെ മുമ്പേക്ക് പോകുന്നു. ഞങ്ങൾ വണ്ടി അവിടെ ഇരുന്ന് വണ്ടീൻ്റെ ബാക്കിലത്തെ ടയർ മുമ്പേക്ക് പോയി. അപ്പോൾ സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും കുതിരയുടെ ആടൊക്കെ ഉണ്ട്. ഇത് ടയർ കണ്ടിട്ട് ഇവരൊക്കെ 4 ബൈക്ക് ഓടുന്നു. ഞങ്ങൾ എന്താ പറയുക ഒരു നിമിഷം അന്ന് എന്തപ്പോൾ സംഭവിച്ചെന്നുള്ള ലെവലിൽ ഇങ്ങനെ ഇരുന്ന്. സംഭവം ഇങ്ങനെ എന്തെങ്കിലും പറ്റി കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പേടിച്ചിരിക്കലേ ചെയ്യുക. ഇത് 4 ബൈക്കും ചിരിയാണ്, എന്തിനാന്നില്ലാതെ ചിരിക്കുന്നത്. അതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വൈബ്. ലൈക്ക് എൻ്റെ കൂടെ വരുന്ന ഫ്രണ്ട്സ് എപ്പോഴും ആ ഒരു മൈൻഡുള്ള ആൾക്കാരാണെങ്കിൽ ഏത് നമുക്ക് ബുദ്ധിമുട്ടുള്ള സമയമാണോ അതായിരിക്കും നമുക്ക് ആ ട്രിപ്പിൽ ഏറ്റവും നല്ല രസമുള്ള സമയം. അങ്ങനെയാണ് ഞാനും നമ്മൾ കുറേ നേരം നിന്നു, ഒരു ഓപ്ഷനും ഇല്ല. അവിടെ സ്പിത്തിയാണ് അറിയാലോ, നെറ്റ്വർക്ക് ഇല്ല, കഴിക്കാൻ ഫുഡില്ല, കയ്യിൽ പൈസ ഇല്ല, വേറെ ഒരു ഓപ്ഷനും ഇല്ല എന്ന് നിൽക്കുമ്പോൾ കുറച്ച് വണ്ടിക്കൊക്കെ കൈ കാണിച്ച് അതിൽ ഒന്നും നടക്കുന്നില്ല. അപ്പം നമ്മൾ ഉദ്ദേശിച്ചിട്ടൊന്നും നടക്കില്ല. അപ്പം ഞങ്ങൾ എന്താട്ടി, ഞങ്ങൾ 3 ആൺകുട്ടികളല്ലേ, ഞങ്ങൾ കുറച്ച് പാറൻ്റെ ബാക്കിൽ നിന്നിട്ട് 2 പെൺകുട്ടികളെ മുമ്പിലാക്കിയിട്ട് വണ്ടി കൈ കാണിച്ചു തന്നു. ലാസ്റ്റ് പൈസ ഒന്നും കിട്ടില്ല, പക്ഷെ ഒരു 2 ആപ്പിള് അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ കിട്ടി. തൽക്കാലമൊക്കെ കഴിച്ച് ഫുഡ് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാനുള്ള ലെവലിൽ നമ്മൾ കുക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ കയ്യിലുണ്ടല്ലോ, എന്തെങ്കിലും കുക്ക് ചെയ്യാന്നുള്ള മൈൻഡിൽ നിൽക്കുന്ന സമയത്ത് ഗ്യാസ് ഒരു ഇതില്ല, സ്റ്റൗവ് ഇത് കുറവാണ്, ഫ്ലെയിം കുറവാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് സെറ്റ് ചെയ്യാറുണ്ട്. നമ്മളതിന്മേൽ പണിയെടുത്ത് നോക്കി. അപ്പോൾ ഉള്ളതും കൂടി നിന്ന്, ചുരുക്കി പറഞ്ഞാൽ ഉണ്ടായിരുന്ന അടുപ്പും കൂടി കുളമായി. അപ്പം ഇനി കുക്ക് ചെയ്യണമല്ലോ കരുതിയിട്ട് ഇങ്ങനെ നിന്നപ്പോൾ നമ്മൾ പിന്നെ 4 വൈക്കും പോയി വിറകൊക്കെ ശേഖരിച്ച് അടുപ്പൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ടാക്കി
ആ ചോറ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ചെറിയൊരു ഉള്ളി തക്കാളി കൂട്ടാനും ഒരു ചമ്മന്തി, ഒരു തക്കാളി ചുട്ടരിച്ച ഒരു ചമ്മന്തിയും ആ ചോറും. ഔ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ ലൈഫിൽ മറക്കില്ല. ഞാനെന്നല്ല, എൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു മനുഷ്യനെ മറക്കില്ല. അത്രക്ക് അടിപൊളിയായിരുന്നു ആ അന്ന്. പിന്നെ അതിന് ശേഷം മണാലിയിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് വന്ന് നമ്മൾ ആ വണ്ടിയിൽ തിരിച്ച് കയറിപ്പോയി. പിന്നെ പിറ്റേ ദിവസമൊക്കെയാണ് നമുക്ക് ആ വണ്ടി തിരിച്ചെടുക്കാൻ പറ്റിയത്. അന്ന് വെച്ചാൽ വണ്ടിയൊക്കെ മൊത്തത്തിൽ ടയർ പോയതുകൊണ്ട് തന്നെ അതിൻ്റെ വീൽ കപ്പും ഇതൊക്കെ പോയി ആകെ മൊത്തത്തിലാകെ ഗുലുമാലായിപ്പോയിന്. ഇതേപോലെ എല്ലാ ട്രിപ്പിനും എന്തെങ്കിലുമൊക്കെ ഒരു പണി ഞങ്ങൾക്ക് നിർബന്ധമാണ്. പലപ്പോഴും എന്താ പറയുക, നമ്മൾ ട്രിപ്പ് കഴിയുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് പഠിച്ചാണ് എന്താണ് ഇനി അടുത്ത് വരാനുള്ളത്, ആ ഒരു ചിന്ത ഉണ്ടാവും എപ്പോഴും. പക്ഷെ രസമാണ്. ഞാൻ ഈ സംഭവം ഉണ്ടല്ലോ, ഇന്ത്യയിൽ കുറച്ച് ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനിത് വെച്ചിട്ട് റീൽസ് ഇട്ടിട്ടോ, റീൽസ് ഇട്ടിട്ട് കമൻറ്റ് വരുന്നേ, എന്തിനാടാ പൈസ ഇല്ലാതെങ്കിൽ ഈ പരിപാടിക്ക്. ഞാൻ പറഞ്ഞാൽ തന്നെ നെറ്റ്വർക്ക് ഇല്ല അവിടെ, അതുകൊണ്ട് നമുക്ക് കയ്യിൽ ക്യാഷ് ഇല്ല, ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യില്ല, അതാ ഉദ്ദേശിച്ചു. ഓരോരുത്തർ നിൻ്റെ പൈസ ഇല്ല, നീ എന്തിനാണ് ഈ പരിപാടിക്ക് പോകുന്നത്, വീട്ടിലിരുന്നൂടെ. പക്ഷെ കുറച്ച് ആൾക്കാരുണ്ടായിട്ടുണ്ട് എൻ്റെ താഴെ, ബ്രോ ഗൂഗിൾ പേ നമ്പർ തരുമോ, നമ്മൾ പൈസ അയച്ചുതരാം. എന്താ വെച്ചാൽ അവിടെ ആൾക്കാർ മനസ്സിലാക്കുന്നത് ഞങ്ങൾ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള അവസ്ഥയിൽ. സോഷ്യൽ മീഡിയൻ്റെ ഒരു പവർ. എന്താ അതിൽ കുറച്ച് ആൾക്കാരെങ്കിലും ആ ബ്രോ എന്തെങ്കിലും പൈസ എന്തെങ്കിലും അയച്ചിട്ടെ, ബ്രോൻ്റെ ഗൂഗിൾ പേ നമ്പർ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, ആൾക്കാർ എന്താ പറയുക, നമ്മളെ എന്താ പറയുക, പലർക്കും യാത്ര ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിന് അത്ര ഇഷ്ടപ്പെടുന്നുണ്ട്. ലൈക്ക് അത്രയും ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെ അതിനുള്ളൊരു മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര കാര്യം. ഇതിൽ പലർക്കും എന്താ വെച്ചാൽ അതിനുള്ള ഒരു അവസരം ഇല്ലാതെ, എനിക്ക് ട്രാവൽ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിട്ട് ഇനി പൈസ ഉണ്ടായിട്ട് പോലും സമയം കിട്ടാത്ത ആൾക്കാർ വരെ ആൾക്കും. എന്താ വെച്ചാൽ അതൊക്കെ എനിക്ക് ഭയങ്കര, നമ്മൾ ശരിക്കും മനസ്സിൽ തട്ടി കുറച്ച് കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഇതേപോലെ യാത്ര നമ്മൾ എല്ലാ യാത്രയിലും എന്തെങ്കിലും ചെറിയ ഇൻസിഡൻറ്റ് വേണം. അത് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, മരിക്കോളം ഓർത്ത് വെക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ മണാലി എന്താ പറയുക, എനിക്കൊരു സെക്കൻഡ് ഹോം എന്നതിനപ്പുറം എൻ്റെ ലൈഫ് അപ്ഗ്രേഡ് ചെയ്യാൻ എന്നെ സഹായിച്ചത് ഒരു പക്ഷേ മണാലി ആയിരിക്കും. എൻ്റെ ജീവിത രീതി മാത്രമല്ല, എൻ്റെ ആഗ്രഹങ്ങൾ. ലൈക്ക് യാത്ര ചെയ്യണം ഒരു മണാലിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യ എന്ന് വിട്ടിട്ട് പല സ്ഥലത്തും എത്തിപ്പെടാനുള്ള കാരണങ്ങളും അതിനുള്ള സാമ്പത്തിക സഹായമൊക്കെ എനിക്ക് ഉണ്ടായത് മണാലിയിൽ നിന്നാണ്. ഞാൻ സ്ഥിരമായിട്ട് പോകുന്നൊരു രാജ്യമാണ് ഖസാക്കിസ്ഥാൻ. എങ്ങനെ വെച്ചാൽ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പഴയ സുഹൃത്തുക്കളെ കൂട്ടി ഞാൻ എന്താ വെച്ചാൽ UAE ബേസിൽ ഞങ്ങളൊരു ട്രാവൽ കമ്പനി, റിക്കീഷ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അബുദാബി ബേസ് ചെയ്തൊരു ട്രാവൽ കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ എനിക്കൊരു ദുബായ് വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു UAE റെസിഡൻസിന് നമുക്ക് കുറേ രാജ്യത്തേക്ക് വിസ ഓൺ അറൈവലും വിസ ഫ്രീ ഒക്കെയാണ്. ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം തന്നെ തുടങ്ങി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നിട്ട് ഇങ്ങനെ പതുക്കെ എന്താ പറയുക, അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഇപ്പം ഞാൻ ഖസാക്കിസ്ഥാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം. സ്ഥലം അടിപൊളിയാണ്. പക്ഷെ അവിടുത്തെ ആളുകൾ അങ്ങനെ 100% എന്താ പറയുക, നിങ്ങളെ വെൽക്കമിങ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അത് പക്ഷേ ലൈഫിൽ ഒരു പ്രാവശ്യം കാണേണ്ട സ്ഥലമാണ്. ഞാൻ കൂടുതൽ പോലെ അൽമാട്ടിയാണ്. അൽമാട്ടിയിലെ അൽമ എന്ന് പറഞ്ഞാൽ ആപ്പിൾ എന്നാണ്. ഖസാക്കിസ്ഥാനിലെ ഈ അൽമാട്ടിയിലാണ് ആപ്പിൾ ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടുത്തെ കാടുകളിൽ ഉണ്ടായിരുന്ന ഒരു കാട്ടുപായം ആയിരുന്നു ആപ്പിൾ എന്നാണ് പൊതുവെ ഉള്ള ഒരു വെപ്പ്. ഖസാക്കിസ്ഥാൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ അപ്പാരാണ്. അപ്പാരെന്ന് പറഞ്ഞാൽ സമ്മറിലൊക്കെ പോയാൽ ഫുള്ള് ഗ്രീൻ വാലീസ്, കുറേ ഫ്ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല വെറൈറ്റി കളേഴ്സ് ഫ്ലവേഴ്സ്. അതേമാതിരി അവിടെ പൊതുവെ കുതിര ഇറച്ചി കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ കുതിര ഒരു മെയിൻ സംഭവമാണ് അവിടുത്തെ. ഇഷ്ടം പോലെ കുതിര, അതേപോലെ കുതിരൻ്റെ ബാക്കിൽ കുറേ ആട്ടിടയന്മാർ, ഭയങ്കര എന്താ പറയുക. അതേപോലെ അവിടുത്തെ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റേഴ്സ് കണക്കിന് എന്താ പറയുക നിരന്ന ഏരിയകളുണ്ടാവും. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ മലകൾ കിടക്കുന്നുണ്ടാവും, ഭയങ്കര, അതും മഞ്ഞരിച്ച മലകൾ, ഭയങ്കര രസമുള്ളൊരു എന്താ പറയുക ലാൻഡ്സ്കേപ്പാണ് ഖസാക്കിസ്ഥാൻ്റെ ലാൻഡ്സ്കേപ്പ്. അതേപോലെ ലേക്സ്, ഇഷ്ടംപോലെ ലേക്സ് ഉണ്ട്. ഗ്രേറ്റ് അൽമാട്ടി ലേക്ക്, ഇസിക് ലേക്ക്, കോൾസായ്. ഈ കോൾസായ് ലേക്കിൽ ഞാനൊരു മഞ്ഞ് കാലത്ത് പോയപ്പോൾ ഒരു സംഭവമാണ്. ഞങ്ങൾ എന്താ പറയുക എക്സ്ട്രീം മഞ്ഞാണ്. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ മഞ്ഞ് നിൽക്കാണ്ട് പെയ്തുകൊണ്ടിരിക്കണ്ട. കോൾസായ് എന്ന് പറഞ്ഞാൽ അൽമാട്ടി സിറ്റിയിൽ നിന്ന് ഏകദേശം നമുക്ക് 4-5 മണിക്കൂർ 6 മണിക്കൂർ വൺ സൈഡ് ഓടാണ്ട് ഈ കോൾസായ് ലേക്കിലേക്ക് പോകുമ്പോഴേക്ക് എന്താ പറയുക
നമ്മളെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ പൊതുവെ കസാക്കിസ്ഥാൻ ഡ്രൈവർമാർ ആണെങ്കിൽ ഓക്കെ ആയിരിക്കും. പക്ഷെ റഷ്യൻസ് ആണ് നമ്മളെ വണ്ടിയുടെ ഡ്രൈവർമാർ എന്ന് പറഞ്ഞാൽ പൊതുവെ മുരടന്മാർ. ഇവർ റഷ്യൻസ് അങ്ങനെ ചിരിക്കുക പോലും ഇല്ല. അങ്ങനത്തെ ഒരു എന്താ പറയുക, അതുപോലെ ഒരു ഇത് അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ ഡ്രൈവർ പറഞ്ഞാൽ നല്ല കൂള് മെമ്പറാണ്. നമ്മൾ പോകുന്നിടത്തൊക്കെ നിർത്താൻ പറയുമ്പോൾ ഒക്കെ കേൾക്കും. അങ്ങനത്തെ ഒരു ഡ്രൈവർ. പക്ഷെ അങ്ങനത്തെ ഡ്രൈവർമാരെ അൽമാട്ടിയിൽ കസാക്കിസ്ഥാനിലൊക്കെ കിട്ടാറ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും നമ്മൾ ഡ്രൈവറൊക്കെ അങ്ങനെ മോട്ടറാക്കി വെച്ചിട്ട് നൈസായിട്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് മഞ്ഞിൽ എന്താ പറയുക, നല്ല മഞ്ഞ് പറഞ്ഞാൽ എക്സ്ട്രീം മഞ്ഞ് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു എന്താ പറയുക മഞ്ഞിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം കണ്ടു. ഞാൻ പൂച്ചയാണ് എഴുതി. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു ബാക്കടിക്ക്. തിരിച്ചു നോക്കിയപ്പോൾ സ്നോ ഫോക്സ്. ഞാൻ എന്താ പറയുക, നമ്മൾ ഈ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ സൈബീരിയയിലൂടെയൊക്കെ സ്നോ ഫോക്സിനൊക്കെ കാണുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു സാധനം കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് തന്നെയാണ് ഞാൻ സ്നോ ഫോക്സിനെ കണ്ടത്. അത് ഭയങ്കര കാഴ്ചയാണ്. അതേപോലെ അവിടെ കുറേ ഉണ്ട്. അതേപോലെ ഒരു ഈഗിള്, എന്താ പറയുക, മഞ്ഞിൽ സ്ഥിരമായിട്ടുണ്ടാവുന്ന ഒരു ടൈപ്പ് ഈഗിള് കൊടുത്തൊരു മെയിൻ സംഭവമാണ്. കാരണം ഇവർ എന്താ പറയുക, ഈ യുദ്ധം ചെയ്യുക അങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് പൊതുവെ കസാക്കികൾ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് ബന്ധപ്പെട്ടത്. അതേപോലെ ക്യാമ്പ് ചെയ്ത് ജീവിക്കുന്ന ഒരു സിസ്റ്റം, അതായത് മലൻ്റെ അവിടെയും ഇവിടെയൊക്കെ അവൾക്കൊരു ക്യാമ്പിങ്ങിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓരോരു എന്താ പറയുക, ക്യാമ്പ് ചെയ്ത് ജീവിച്ചിരുന്ന ഒരു സമൂഹം ആൾക്കാർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. അതേപോലെ ക്യാമ്പിങ്ങിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അവിടെ കുറേ നമുക്ക് ക്യാമ്പിങ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കസാക്കിസ്ഥാനിൽ പോയാൽ നമുക്ക് കുറേ കൺട്രീസ് ബൈ റോഡ് പോകാൻ പറ്റും. എന്താ ചൈന, അതേപോലെ എന്താ പറയുക റഷ്യ ഒക്കെ ബോർഡർ പങ്കിടുന്ന സ്ഥലങ്ങളാണ്. അതേപോലെ കസാക്കിസ്ഥാനെ പോലെ കിർഗിസ്ഥാൻ ഏകദേശം ഒരേപോലത്തെ ലാൻഡ്സ്കേപ്പാണ്. ഉസ്ബെക്കിസ്ഥാൻ അതിൻ്റെ നിയറസ്റ്റ് ആണ്. സെൻട്രൽ ഏഷ്യയിൽ ഇതേപോലെ നല്ല രസമുള്ള കുറേ കൺട്രീസ് ഉണ്ട്. അതേപോലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ കസാക്കിസ്ഥാൻ ഇന്ത്യൻസിന് വിസ ഫ്രീ ആണ്. നിങ്ങൾക്ക് 6 മാസത്തിൽ 3 പ്രാവശ്യം നിങ്ങൾക്ക് കസാക്കിസ്ഥാനിൽ 14 ദിവസം വരെ വിസ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ചില സമയങ്ങളിലൊക്കെ ഇൻഡിഗോ ഒക്കെ ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് കിട്ടും. ഡൽഹിക്ക് ട്രെയിനിൽ പോയിട്ട് അവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് അങ്ങ് പോയാൽ മതി. ഒരു 8,000 10,000 വരെയൊക്കെയാണ് ഇപ്പോഴത്തെ റേറ്റ്. മുന്നൊക്കെ 4,000-5,000 രൂപയ്ക്ക് വരെ ടിക്കറ്റ് കിട്ടിയ സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് അങ്ങനെ അവൈലബിൾ ആയിട്ടില്ല. പക്ഷെ കസാക്കിസ്ഥാൻ എന്തായാലും കാണേണ്ട ഒരു സ്ഥലമാണ്. അവിടുത്തെ ആളുകൾ, അതേപോലെ അവിടുത്തെ ഭാഷ, ഇവർക്ക് തീരെ ലാംഗ്വേജ് അറിയില്ല കേട്ടോ. ഇവർക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സാധനം അറിയില്ല. ഇവർക്ക് കുറച്ചുകൂടി ഐഡിയ ഉള്ളത് ഒന്നെങ്കിൽ കസാക്കി ലാംഗ്വേജിലാണ് നിങ്ങൾ സംസാരിച്ചിട്ട് അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്താ പറയുക, അവർക്ക് നല്ലോണം റഷ്യൻ അറിയുന്ന ആൾക്കാരെ പൊതുവെ, എല്ലാവരും നല്ല മോസ്റ്റ്ലി എല്ലാവർക്കും റഷ്യൻ അറിയും. മൂന്നാമത്തത് ടർക്കിഷ്. ഇങ്ങനെ കുറച്ച് ഭാഷകൾ മാത്രമാണ് അവർക്ക് സംസാരിക്കാറ്. അപ്പോൾ നമ്മൾ വിചാരമുണ്ട് ഇംഗ്ലീഷ് അറിഞ്ഞാൽ നമ്മൾക്ക് എല്ലാ രാജ്യത്തും ട്രാവൽ ചെയ്യാൻ പറ്റും. അങ്ങനെയല്ല, ഇംഗ്ലീഷ് അറിയാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവര് വേറൊരു സംഭവം എന്ന് വെച്ചാൽ കസാക്കികൾ ചായ ഭയങ്കര സംഭവമാണ്. അതേപോലെ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ മീറ്റ് നല്ലോണം കഴിക്കും. കുതിരയിറച്ചി കഴിക്കുന്ന കുറേ സ്ഥലങ്ങളിൽ പെട്ട ഒരു സ്ഥലമാണിത് കസാക്കിസ്ഥാൻ. സൊഫാൻ എന്ന് ഞാൻ മലപ്പുറം ജില്ലയിലെ അറവങ്കര എന്ന് പറഞ്ഞൊരു ചെറിയ സ്ഥലത്തു നിന്ന് വരുന്നതാണ്. ഞാൻ എൻ്റെ ലൈഫിൽ എന്താ പറയുക, ഞാൻ എന്താഗ്രഹിച്ചോ അതെനിക്ക് കിട്ടാൻ കുറച്ച് സമയം എടുത്തെങ്കിലും കിട്ടി. എന്താ വെച്ചാലോ, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത് 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അത് ഒരു ടൂറിസം ക്ലബിൻ്റെ എന്തോ ഭാഗമായിട്ട് ഒരു 200 രൂപയ്ക്ക് എന്തോ സൈലൻറ്റ് വാലി പോയതാണ്. എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഒരിക്കലെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരിക്കലും ഒരു ടൂർ, ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടൂർ വിടുക എന്നെ ഒരിക്കലും വിടൂലായിരുന്നു. മദ്രസയിൽ നിന്ന് സിയാർത്ത് വേണമെങ്കിൽ പോയിക്കാൻ, ഈ സ്കൂളിൽ ടൂർ പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്നുള്ള ഞാനായിട്ട് ഫൈറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് 100% പറയാൻ പറ്റും. പലപ്പോഴും എൻ്റെ നാട്ടുകാർക്ക് പലപ്പോഴും ഇപ്പോഴും അറിയില്ല ഞാൻ എന്താ ചെയ്യുന്നത്, എന്തിനാണ് ഇവനിങ്ങനെ അവിടെ പോയി കാണാം ഇവിടെ പോയി കാണാം. പക്ഷെ എൻ്റെ വാപ്പ എന്ന് പറഞ്ഞ നാട്ടിൽ സാധാരണ ഒരു ചെറിയ കടല കച്ചവടം, ഒരു പെട്ടിക്കട നടത്തിയിരുന്ന ഞാൻ ഇങ്ങനൊരു സ്ഥലത്ത് ഞാൻ ഒരിക്കലും ഇവിടെ എത്തിപ്പെടും ഞാൻ തന്നെ വിചാരിച്ചില്ല. പക്ഷെ എൻ്റെ സ്വപ്നം, എൻ്റെ ആഗ്രഹങ്ങൾ കൊണ്ടെത്തിച്ചതാണെന്ന് എനിക്ക് 100% പറയാൻ പറ്റും. അതേപോലെ എനിക്ക് ഇനിയും അങ്ങോട്ടും ഇത്ര തന്നെ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ ഇതിന്ന് ഈ യാത്രയിൽ നിന്ന് തന്നെ പൈസ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ യാത്രകൾ പോകണം. അതേപോലെ കുറേ ആൾക്കാരെ യാത്ര കൊണ്ടുപോകണം. ഇത്ര ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ യാത്ര ചെയ്യാന്ന് പറഞ്ഞ പോലെ തന്നെ ഈ യാത്രകൾ ആർക്കെങ്കിലും പങ്കുവെക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകുന്ന ഭയങ്കര ഒരു ഇതുള്ള സാധനമാണ്. മറ്റേത് നമ്മളെ ഉള്ളിൽ തന്നെ കെട്ടിക്കിടക്കും. അപ്പോൾ ഈ സ്വപ്നസഞ്ചാരിയിലൂടെ എനിക്ക് എൻ്റെ യാത്രയുടെ കുറച്ച് ഭാഗമെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റി. ഇനിയും കാണണം
കാണാം നമുക്ക് ഇൻഷാ അല്ലാ.